ആ ദിവസങ്ങളിൽ കടുത്ത സമ്മർദ്ദത്തിനടിമയായിരുന്നു ഞാൻ. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒരു ലോഡ് ചോദ്യങ്ങൾ. എല്ലാം കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായില്ലേ, കുട്ടികളൊന്നും ആയില്ലേ, ഇത് കൊല്ലം 3 ആയില്ലേ, ആയിരിക്കാം പ്രശ്നം ദിനേശിനാണോ സുലുവിനാണോ, ഫാമിലി പ്ലാനിങ് ആണോ, ഡോക്ടറെ കാണിച്ചിനാ, വല്ല മരുന്നെന്തും കുടിക്കുന്നുണ്ടാ? തുരുതുരാളുള്ള ഈ ചോദ്യങ്ങൾ കൊണ്ട് എൻ്റെ ചെവിടന്നെ വെണ്ണീരായി. ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇടാൻ പോലും പറ്റാത്ത അവസ്ഥ. അഥവാ ഫോട്ടോ ഇട്ടാൽ അതിന് താഴെ ഏതെങ്കിലും ഒരു നല്ലവനോ നല്ലവളോ ആയ ബന്ധു വന്ന് ഒരു കമൻ്റ് ഇടും. എല്ലാം നിങ്ങൾ 2 ആള് മാത്രമുള്ള ഫോട്ടോ ഇട്ടാൽ മതിയാ, 3ാമത് ഒരാളും കൂടി വേണ്ടേ, എപ്പോഴാ ഒരു കുഞ്ഞുവാവ് വരുന്നത്? കടുത്ത സമ്മർദ്ദം. 99 റൺസ് എടുത്ത് ഗ്ലെൻ മഗ്രാത്തിന്റെ ബോൾ ഫേസ് ചെയ്യാൻ സ്ട്രൈക്കേഴ്സ് എൻഡിൽ ബാറ്റും പിടിച്ചു നിൽക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കറിനേക്കാൾ കൂടുതൽ സമ്മർദ്ദം. കടുത്ത സമ്മർദ്ദം. അങ്ങനെയുള്ള ഒരു ദിവസം. ദിനേശ് ചേട്ടാ, ആ സുലു 2 വരെയാണ്. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ദിനേശ് ചേട്ടാ അതല്ല, 2 വരെയാണ് ഇപ്രാവശ്യം. അപ്പൊ ഈ 2 വരെ ആയിന്നല്ലേ? ദിനേശ് ചേട്ടാ, ഇന്ന് പപ്പയെ വിളിച്ചിനു. പ്രഗ്നന്റ് ആയോണ്ട് ദിനേശ് ചേട്ടൻ എന്നാ ഗിഫ്റ്റ് തന്നേന്ന് ചോദിച്ചു. ഗിഫ്റ്റാ? ആ ഗിഫ്റ്റ്, പ്രഗ്നന്റ് ആയോണ്ട്. ഞാൻ നിന്നെ പ്രഗ്നന്റ് ആക്കിയല്ലേ, അല്ലാണ്ട് നീ പരീക്ഷ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയോന്നല്ല. സമ്മാനം തരാ ഗിഫ്റ്റ്. ഇന്ന് അമ്മ വിളിച്ചിന്, ദിനേശ് ചേട്ടൻ്റെ അമ്മ. ഗർഭസമയത്ത് മനസ്സിന് വിഷമമുള്ളതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിനി. അത് നമ്മളെ കുഞ്ഞിനെ ബാധിക്കുന്ന പറഞ്ഞേ. ഇതോടെ പോന്ന് ഞാൻ ഒരു സാധനം വാങ്ങിട്ടു. ദിനേശ് ചേട്ടാ, എനിക്കൊരു സാധനം വേണം. എന്താ വേണ്ടേ? മസാല ദോശ, ജിലേബി, പിന്നെന്താ? കുനാഫ. കുനാഫ ദിനേശ് ചേട്ടാ. സാധനം അതൊരു അറബിക് സ്വീറ്റാ ദിനേശ് ചേട്ടാ. അല്ല അല്ല, മലയാളത്തിലൊന്നും ഇങ്ങനത്തെ സാധനം പീടികയിലൊന്നും വെക്കൂല. എനിക്ക് ഇപ്പൊ അത് കഴിക്കണോ? ഇനിയിപ്പോ ഈ രാത്രി പോയിട്ട് ഈ കുണാഫ എന്നെല്ലാം പറഞ്ഞു. ശരി വാങ്ങാം. സുലു, ഓ നീ കിണ്ണത്തപ്പൊന്നല്ലോ ഉദ്ദേശിക്കുന്നത്? കിണ്ണത്തപ്പല്ല ദിനേശ് ചേട്ടാ, കുണാഫ. കുണാഫ കുണാഫ. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട, വാങ്ങാം. രാവണി ആൻറ്റി, താങ്ക് യു താങ്ക് യു താങ്ക് യു. എല്ലാം നോക്കുന്നുണ്ട് ഇട്ട്. ആ ആ ആ ആ എത്ര പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട് നല്ലോണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണം കഴിക്കലാന്ന് പണി, അന്നേരം ഞാനും ഓളും അടിയാത്. പിന്നെ ഞാൻ എന്തെങ്കിലും ഉമ്മിക്കൽട്ടിട്ടെല്ലാം എന്തെല്ലാം തിന്നിപ്പിക്കും, വേറെ നെയ്യ. ഇല്ല വ്യവസായിച്ച് ഛർദി ഇല്ലേ, ഛർദി ഇല്ലാത്ത തന്നെ ഒരു വലിയ അനുഗ്രഹം അത്. രമണിയണ്ടി, ഞാൻ പിന്നെ വിളിക്കാം. എനിക്കൊന്ന് സുലുവിന് ഛർദി തുടങ്ങിന്ന് തോന്നുന്നു. ഞാൻ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരട്ടെ? പോയി കിടന്നു കേട്ടോ.
അതൊന്നും വൃത്തിയാക്കിയതിന് ചേട്ടാ. കുഴപ്പമില്ല. വേണ്ട ദിനേശ് ചേട്ടാ, എനിക്ക് ഛർദിക്കണം. ഇത് കുടിച്ച ഛർദിക്കൂല സുലു. വേണ്ട ദിനേശ് ചേട്ടാ, എനിക്ക് ഇത് വേണ്ട. ഇത് ഫോളിക് ആസിഡ് അല്ലേ? വേണ്ട ദിനേശ് ചേട്ടാ, ഞാനിത് ഛർദിക്കും കുടിച്ചാലാണ്. ഇല്ലണേ, ഇത് കുടിച്ച ഛർദിക്കൂല. ഞാനല്ലേ പറയുന്നത്. നമ്മളെ ഞാൻ അപ്പളെ പറഞ്ഞല്ലേ ഛർദിക്കുന്നു. ഇപ്പൊ മനസ്സിലായി. എനിക്ക് കഴിയുന്നില്ല. ഞാൻ പോയി കിടക്കട്ടെ. നീ എന്ത് ഓഫീസിൽ വരേണ്ടത്? വീട്ടിലെ പണി ഉണ്ടോ? എടാ വീട്ടിലെ പണി എല്ലാം എടുത്ത് അറബി എനിക്ക് ദറ എണ്ണീത്തരുത്. ഈ വീട്ടിലെ പണിയാന്ന് അതെ, വീട്ടിൽ നിനക്ക് മാത്രമേ പണിയുള്ളൂ. നീ ഒരു അങ്ങനത്തെ ഒരു ധാരണ വേണ്ട കേട്ടാ. നാളെ മര്യാദക്ക് ഓഫീസിൽ വന്നില്ലെങ്കിലാന്ന് എന്റെ സ്വഭാവം പറഞ്ഞില്ല വേണ്ടേ. അയ്യോ എന്റെ സൈസ് പാർട്ടി എല്ലാം ഉണ്ട്, പക്ഷെ വെള്ളമടി പരിപാടിക്കൊന്നും ഞാൻ ഇല്ല. ഈടെ സുലുവിന്റെ ഛർദി വരാൻ തന്നെ എനിക്ക് പാങ്ങില്ല. അന്നേരം ഇനിയിപ്പൊ ഞാൻ വെള്ളം അടിച്ച എന്റെ വാള് ഞാൻ തന്നെ വരുന്നത് കഴിയൂല മോനെ. ആ ഓ വേറെ ഒന്നും വിചാരിക്കില്ല. സൈസേ ഞാൻ വിളിക്കാം. ഓള് തുടങ്ങിയെന്ന് തോന്നുന്നു. സുലു എന്നോട് എത്ര പൈസ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഛർദിക്കണമെങ്കിൽ ചേട്ടാ, നമ്മള് കുഞ്ഞു പേടിക്കൂ. ഇല്ലടാ, ഇല്ല 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 കേട്ടോ. ഞാൻ എങ്ങനെ ഇതെല്ലാം വൃത്തിയാക്കുക? ഛർദിച്ചു പോയി ദിനേശ് ചേട്ടാ. എനിക്ക് ഞാനൊരു മഗ് വാങ്ങി തട്ടെ? ഛർദിക്കണം ആ മഗ്ഗിൽ ഛർദിച്ചോ, ഞാൻ കൈക്ക് വെച്ചോളാം. പിന്നെ കത്തിക്കും പെടൂല, കയറിനും പെടൂല പറഞ്ഞാല്. ഛർദിച്ചോ? ആവശ്യത്തിന് ഛർദിച്ചോ? ഇതെല്ലാം നിന്റെ അമ്മേന്റെ ചെറിയ കളികൾ. ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഹോളെ വേറെ ലെവല് കളി നീ കണ്ടിട്ടുണ്ടാ? ഇതൊന്നും അമ്മേനോട് പറയാൻ പാടില്ല. ഓ അമ്മേനോട് പറയല്ലേ. നമ്മളെ പേരുമായിട്ട് സാമ്യമുള്ള പേരുവാണല്ലേ? കിട്ടി. ആൺകുട്ടിയാണെങ്കിൽ സുലു ദിനേശൻ, സുധി സുധി. ഇനി പെൺകുട്ടിയാണെങ്കിലോ സുലു ദിനേശൻ, സുധി സുധാ.
ഓ ഇങ്ങനത്തെ പേരല്ല ദിനേശ് ചേട്ടാ, ഇത് പഴഞ്ചൻ പേര്. നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ വളവണ്ണത്ത് നിൽക്കുന്ന, നമ്മളിപ്പോ ദുബായിലാ ഉള്ളേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ആൺകുട്ടിക്ക് അൽസുദീന്നും പെൺകുട്ടിക്ക് അൽസുദാന്ന് തുടങ്ങും. എന്റെ ദിനേശ് ചേട്ടാ, നമ്മള് കുഞ്ഞിന്റെ കാര്യത്തിലൊക്കെ ഇത്തിരി സീരിയസ് ആവും ദിനേശ് ചേട്ടാ. നീ പറ, എനിക്ക് എങ്ങനത്തെ പേരാ വേണ്ട? ഒരു പേര് കണ്ടുപിടിക്കാൻ എനിക്ക് വലിയ പാടുന്ന പണിയൊന്നുമില്ല. പറ, എങ്ങനത്തെ പേരാ വേണ്ട? എനിക്ക് മോഡേൺ പേര് എന്തായാലും വേണം. കുറച്ച് ടിപ്പിക്കൽ മോഡേൺ പേര് പറയട്ടെ. വൈഷ്ണവ്, വൈഷ്ണവി. ആര്യ, ആര്യൻ. ദേവിക, കാർത്തിക്, കാർത്തിക. സ്വരൂപ്, സ്വരൂപ. വിജിൽ, വിജില. അംബിക, അംബരീഷ്. ഇങ്ങനത്തെ പേര് അല്ല ദിനേശ് ചേട്ടാ, ആരും ഇതുവരെ കേൾക്കാത്ത ടൈപ്പ് പേര്. അല്ല, ആരും ഇതുവരെ കേൾക്കാത്ത പേരിടുമ്പോ ഒരു പ്രശ്നമുണ്ട്. നമ്മളെ കുട്ടിക്ക് ഈ പേരിട്ടിട്ട് നമ്മളെ വിളിക്കുക, നമ്മളെ കുട്ടി ഈ പേര് കേൾക്കുക. അങ്ങനല്ല ദിനേശ് ചേട്ടാ, പേര് വിളിക്കുമ്പോൾ തന്നെ നല്ലൊരു വെയിറ്റ് വേണം. എന്നാ പിന്നെ കിലോഗ്രാം നടാ. ആണായാലും പെണ്ണായാലും കിലോഗ്രാം. സുലു, നോക്കണ്ട. ആദ്യം കുട്ടി ആണാണോ പെണ്ണാണോ കൺഫേം ചെയ്യുക, അതിനുശേഷം പേര് വെക്കുക. ഈ പേര് കണ്ടുപിടിക്കാൻ വലിയ പാടുള്ള പണിയല്ല. ഇപ്പൊ നാളെ നമ്മൾ പറയുന്നത് നമുക്ക് ആൺകുട്ടിയാണ്, അല്ല പെൺകുട്ടിയാണ്. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഒരു 10-50 പേര് ഞാൻ എഴുതി കൊണ്ടുവരാം. നീ സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട പേര് നമ്മുടെ കുട്ടിയുടെ ബാക്കിയുള്ള പേര് നിന്റെ ഫ്രണ്ട്സിനോ ബന്ധുക്കൾക്ക് ആയിരിക്കും കൂടെ കൊടുത്തു അവരോടിട്ട്. ആദ്യം കുട്ടി ആണാണോ പെണ്ണാണോ കൺഫേം ആയിട്ട് എന്നിട്ട് പേര് വെക്കുക. പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് പെൺകുട്ടിയാ. നമുക്ക് പെൺകുട്ടിയാ പോലും. അമ്മമ്മ പറഞ്ഞു നല്ലോണം ഛർദി ഉണ്ടെങ്കിലും പെൺകുട്ടിയായിരിക്കുന്നു. അപ്പൊ നമുക്ക് പെൺകുട്ടിയാ ദിനേശ് ചേട്ടാ. ശരിയാണല്ലോ, ഛർദി ഉണ്ടല്ലോ. മകളെ പാതി മലരേ. ദിനേശ് ചേട്ടാ, നമുക്ക് ആൺകുട്ടിയാ. അല്ല, നീ എന്താ രാവിലെ പറഞ്ഞ? രാവിലെ ദിനേശ് ചേട്ടൻ പോയി കഴിഞ്ഞപ്പോഴേ അമ്മ വീഡിയോ കോൾ ചെയ്തിന്. അപ്പൊ അമ്മ പറഞ്ഞ് നല്ല റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ പെൺകുട്ടി ആയിരിക്കും പോലും. അതല്ലപ്പാ, എന്റെ റൗണ്ട് അല്ലല്ലോ, കൂർത്തിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ആൺകുട്ടി ആയിരിക്കും. ഓ, ആൺകുട്ടിയാണ് ദിനേശ് ചേട്ടാ. ആൺകുട്ടിയായിരിക്കും. മോനെ, അച്ഛൻ്റെ മോനെ. എന്താ സുലു? ഇത് എന്റെ സ്കാനിങ് റിപ്പോർട്ടാ ദിനേശ് ചേട്ടാ. അതില് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഉണ്ടല്ലോ 150 കുറവാ കാണിക്കുന്നത്. പ്രശ്നമൊന്നുമില്ല. കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് 150 കുറവാണെങ്കിൽ പെൺകുട്ടി ആയിരിക്കും. അപ്പൊ നമുക്ക് പെൺകുട്ടി ആയില്ലേ ചേട്ടാ? ദിനേശ് ചേട്ടാ, അപ്പുറത്തെ മാഗി ആന്റി പറഞ്ഞേ ഗർഭസമയത്ത് അമ്മേന്റെ സൗന്ദര്യം കുറയാണെങ്കിലേ ആൺകുട്ടി ആയിരിക്കുന്നു. നമുക്ക് ആൺകുട്ടിയാ ദിനേശ് ചേട്ടാ. ഇനി മാഗി ആന്റി നിന്നെ മുന്നേ കണ്ടില്ല. ഈ ബിൽഡിങ്ങിൽ വന്നിട്ട് ആകെ 2-3 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ. അവര് കാണുന്നില്ലെങ്കിലോ, ഞാനിപ്പം മുന്നേയല്ലേ എന്നെ കണ്ണാടിയിൽ കാണുന്നില്ലേ. ഞാൻ കുറച്ച് ഡിമായിട്ടുണ്ട്. പിന്നെ ഞാനും മുന്നേ കണ്ടില്ല. എന്നാ ഒന്നുമില്ല, മാഗി ആന്റി പറഞ്ഞല്ലേ ആൺകുട്ടി തന്നെ ആയിരിക്കും പറയാം. നമുക്ക് തോന്നിയത്. ദിനേശേട്ടാ, രമണിയാന്റി വിളിച്ചിരുന്നു. രമണിയാന്റി പറയുവാ കുഞ്ഞിന്റെ പൊസിഷൻ അടുത്ത വശത്താണെങ്കില് കുട്ടി കമ്മ്യൂണിസ്റ്റ് ആവുക. അല്ല, അടുത്ത വശത്താണെങ്കില് പൊങ്കുഞ്ഞായിരിക്കുന്നു. നമ്മള് അടുത്ത വശത്താ, നമുക്ക് പൊങ്കുഞ്ഞ ദിനേശേട്ടാ. നമുക്ക് പൊങ്കുഞ്ഞ കഴിഞ്ഞ അല്ല, ഇനി മാറുക. ഇപ്പൊ നീ പറയും പെൺകുട്ടി, നാളെ പറയും നിന്റെ ആലക്കത്തെ വീട്ടിലെ പൂച്ച തെറ്റി 3 കുട്ടികൾ, ഒറ്റ സംഖ്യ അവിടെ ആൺകുട്ടികൾ. ഒരു ദിവസം പറയും രാവിലെ ആൺകുട്ടി, ഉച്ചക്ക് പറയും പെൺകുട്ടി, വൈകുന്നേരം പറയും പിന്നെ ആൺകുട്ടി. ഇതെന്നാ നിന്റെ കളി? ഇത് തമാശയും കളിയാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ 19-ാം തീയതി 5-ാം മാസത്തെ സ്കാനിങ് നടക്കും. എന്തായാലും ഡോക്ടർ പറയും നിന്നോട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്തായാലും അറിഞ്ഞാൽ മതി. അതിന്റെ മുന്നേ ഈ വീട്ടില് ആൺകുട്ടി പെൺകുട്ടി എന്ന് പറഞ്ഞ പല ഊഹാമറ്റം ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം പറയാം.
ഹലോ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് നമ്മളെ കുട്ടിയാണ്, നമുക്ക് ദൈവം തരുന്ന. അന്നേരം അതിനെ വെച്ചിട്ട് ഇങ്ങനെ ആണ് പെണ്ണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കരുത്. വേറെ ആൾക്കാർ കളിക്കരുത്, നീ കളിക്കാൻ പാടില്ല. സോറി ദിനേശ് ചേട്ടാ, ആണായാലും പെണ്ണായാലും നമുക്ക് ദൈവം തരുന്നതല്ലേ. ഞാൻ അങ്ങനെ ഒന്നും പറയൂല. ഇനി ഡോക്ടർ പറയുമ്പോ നമുക്ക് അറിഞ്ഞാൽ മതി. ഞാൻ ഒന്നും പറയൂല. ബുദ്ധിയില്ലാതെ എല്ലാത്തിനും സാധനം പറയാൻ പറ്റും. ദിനേശ്, സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ ആണാണോ പെണ്ണാണോ പറയുന്നത് നമുക്കൊന്ന് ഡോസ് ഇട്ട് നോക്കിയാലോ? ദിനേശ് ചേട്ടാ, മോളെ കളിക്കുവാ? ആ ഓൾറെഡി കളിക്കുന്നുണ്ട്. എടി മോളെ, എനിക്ക് നിന്റെ അമ്മ ആദ്യം ഇടാൻ വെച്ച പേരെന്താ പറയാ? അയ്യോ, അതിന് മുമ്പ് അതിനെക്കാട്ടും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടല്ലോ. ആദ്യം ഉണ്ടല്ലോ അത് പറയാം, എന്നിട്ട് നിന്റെ പേരിന്റെ കാര്യം പറയാം. ദിനേശ് ചേട്ടൻ എന്തേ പുറത്ത്? അത് ഈ ഡാൻസ് ബാറിലേക്ക് ഈ കാവി ലുങ്കിയോണ്ട് കയറ്റി വിടുന്നില്ല, അതുകൊണ്ട് പുറത്തേക്കില്ല. ജുമേറ ബീച്ച് റിസോർട്ട്, ഇതാണ് ജുമേറ ബീച്ച് റിസോർട്ട് അല്ലേ? നിനക്കൊന്നും വേറെ പണിയില്ലേ സുലു? നിങ്ങൾ കഴിഞ്ഞ ചങ്ങായിമാരപ്പുറം കരോള് നടത്തിയിട്ട് നാട്ടുകാരുടെ അടുക്കുന്ന അടി കിട്ടിയിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ദിനേശ് ചേട്ടാ. ഇത് ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്തിനി. കരോള് ഓർമ്മിപ്പിക്കല്ല പൊന്നെ. ഇതിപ്പോ ചുരുങ്ങിയ ചെലവിൽ ജുമേറ ബീച്ചിൽ പോയിന്നതായി. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട കുറെ ലവും കിട്ടും, പിന്നെ ആൾക്കാരുടെ മുന്നിൽ ഒരു വെയിറ്റ് അല്ലേ. കഴിഞ്ഞ കൊല്ലത്തെ നിന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താന്ന് ഓർമ്മയുണ്ട് എനിക്ക്? സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കള്ളം പറയാൻ പാടില്ല. ആ ഇതാ പറയുന്ന വയ്യാത്ത വെട്ടി കയ്യാലെ കയറാൻ പോകാൻ പാടില്ല. ഓരോരോ റെസൊല്യൂഷൻ എടുക്കുകയും ചെയ്ത് അത് അടുത്ത ആഴ്ച തന്നെ പൊട്ടിക്കുകയും ചെയ്യും. ഇക്കൊല്ലം ദൈവത്തിന് ഓർത്തതിന് റെസൊല്യൂഷൻ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഉണ്ട്. ദിനേശ് ചേട്ടന്റെ ഇവിടെ ഇക്കൊല്ലം അടിയേ കൂടൂല. ദൈവമേ, ഇൻസ്റ്റാഗ്രാം ഇട്ടില്ലേ, ഇനി ഇളകണ. കൊല്ലം തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാരെ പറ്റിച്ചിട്ടാ തുടങ്ങുന്നത്.